സുഹൃത്തുക്കളെ, സല്യൂട്ട്. ഞാൻ CBIയിൽ ഇരിക്കുമ്പോൾ അന്വേഷിച്ചിട്ടുള്ള ഏറ്റവും പ്രമാദമായ ഒരു കേസ്. ഈ കേസ് എന്തുകൊണ്ടാണ് ആരും ഇതേവരെ സിനിമയാക്കാത്തത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഞാൻ ഇതേവരെ എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ആദ്യമായാണ് നിങ്ങളോട് ഞാൻ ഈ അനുഭവം പങ്കുവെക്കുന്നത്. 1992 ഏപ്രിൽ മാസം 11-ാം തീയതി പാലക്കാട് മണ്ണാർക്കാട് അടുത്തുള്ള തൂവശ്ശേരിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് MLA റോഡ് എന്ന് പറയുന്ന ഒരു റോഡിന്റെ ഒരു വശത്തായി കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു അംബാസിഡർ കാറും അതിനകത്തൊരു മൃതശരീരവും കാണപ്പെടുകയായിരുന്നു. ഇത് ആരുടെ മൃതശരീരമാണ് എന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. കാരണം അത് വളരെയധികം കത്തി കരിങ്കട്ട പോലെ ആയിപ്പോയി. അതുപോലെ കാറും ഇതിന്റെ കളർ ഏതാണെന്ന് പോലും അറിയാത്ത രീതിയിൽ, എന്താണ് നമ്പർ എന്നറിയാത്തതുപോലെ, രജിസ്ട്രേഷൻ നമ്പർ പോലും കാണാത്ത രീതിയിൽ നല്ല പോലെ തീ കത്തി അത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം ആദ്യം കാണുന്നത് സുനിൽകുമാർ തമാം എന്ന് പറയുന്ന ഒരു നേപ്പാളി ഗൂർഖയായിരുന്നു. അയാൾ അതിൻ്റെ അടുത്തുള്ള ഒരു വലിയ മണിമാളിക, ഒരു ഭയങ്കര മുതലാളിയുടെ ഒരു എസ്റ്റേറ്റും മാളികയും ഒക്കെ ഉള്ള സ്ഥലത്തിന്റെ ഗൂർഖയായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR എടുത്തിരിക്കുന്നത്. അസ്വാഭാവിക മരണം എന്നാണ് കേസ്. ഈ കേസ് പോലീസ് കുറച്ചുനാൾ അന്വേഷിച്ചു. ആരാണ് എന്നുള്ളത് താമസിയാതെ തന്നെ കണ്ടുപിടിച്ചു. ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു പയ്യനാണ് മരിച്ചിരിക്കുന്നത്. 27 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ. അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവന്റെ പേരാണ് KG മുന്ന. മുന്നയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ട്. കുറച്ച് നാളുകളായി അബ്കാരി ബിസിനസിനെ കുറിച്ച് പഠിക്കാനായിട്ട് പലരുടെയും കൂടെ നിന്ന് അതിനെക്കുറിച്ച് ഒരു വിവരമൊക്കെ കിട്ടി. കുറച്ച് ഷോപ്പുകളൊക്കെ ഏറ്റെടുത്ത് നടത്തി അങ്ങനെ കുറെ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയ ഒരാളായിരുന്നു. ആ വർഷം മാർച്ച് മാസം നടക്കുന്ന അബ്കാരി ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ സ്ഥലത്ത് മൊത്തമുള്ള മണ്ണാർക്കാടും പാലക്കാടിലെ ചില സ്ഥലങ്ങളിലും അടക്കമുള്ള എല്ലാ ഷോപ്പുകളുടെയും ലേലം ഇയാൾ പിടിച്ചെടുക്കുകയായിരുന്നു. അപ്പൊ അബ്കാരി ലേലത്തില് ജയിച്ച് നിൽക്കുമ്പോൾ ഒരു വളരെ സന്തോഷവാനായിട്ട് സന്തുഷ്ടി ഉള്ള ഒരാളാണ്. കൂടാതെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം അയാൾ ഇപ്പോഴും ഹണിമൂൺ പീരിയഡാണ്. പക്ഷെ എന്നാലും ഇത് ലോക്കൽ പോലീസ് ആത്മഹത്യ എന്നുള്ള നിഗമനത്തിലെത്തി കേസ് എഴുതിത്തള്ളാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് മുന്നയുടെ അച്ഛനമ്മമാര് മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. 2-3 മാസത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശേഷവും അവരുടെ ഉദ്യോഗസ്ഥരും പറഞ്ഞു ഇത് ആത്മഹത്യ തന്നെയാണ്, ഇത് കൊലപാതകമാകാനുള്ള യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. അവരും ഈ കേസിനെ ഇങ്ങനെ അന്വേഷണത്തിൽ എഴുതിത്തള്ളാനായിട്ടുള്ളൊരു ശ്രമം തുടങ്ങിയപ്പോൾ മുന്നയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ പോയി ഈ കേസ് CBIക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഹൈക്കോടതി ഉത്തരവിന്റെ പുറത്ത് CBI അന്വേഷണം ഏറ്റെടുത്ത ഒരു കേസായിരുന്നു. ഈ കേസ് 1992-93 കാലഘട്ടം മുതൽ ഞാൻ അവിടെ SP ആയിട്ട് ചുമതല ഏൽക്കുന്ന 99 വരെ അതിങ്ങനെ കിടന്നു. കാര്യമായ പുരോഗതി ഒന്നും ഇല്ലാതെ കിടന്നു. ഞാൻ ചാർജ് എടുത്തൊരു 3-4 മാസത്തിനകം ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. ഞാൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അമ്മ എൻ്റെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു, വിതുപ്പിക്കൊണ്ട് കരഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞെട്ടല. ഞാൻ ചോദിച്ചു എന്താ അമ്മ എന്താ കരയുന്നത്? എൻ്റെ പേര് ദമയന്തി എന്നാണ്, ഞാൻ മുന്നയുടെ അമ്മയാണ്. ഇവരുടെ വിഷമം എന്ന് പറയുന്നത് ഈ മുന്ന കേസ് മാഡമെങ്കിലും ഒന്നെടുത്ത് അന്വേഷിച്ചൊന്ന് തെളിയിക്കാമോ? എൻ്റെ ഭർത്താവ് ഇപ്പൊ ഇതിന്റെ പേരിൽ ഭയങ്കര അധികം വിഷമിച്ചിട്ട് രോഗിയായി മാറിയിരിക്കുകയാണ്. ഹൃദയരോഗമുണ്ട്, രക്തസമ്മർദ്ദമുണ്ട്. അപ്പൊ അങ്ങനെ വളരെയധികം അസുഖങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. എനിക്ക് ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല കുറെ നാളുകളായിട്ട്. ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലമില്ല. CBI എങ്കിലും ഇതിന്റെ പ്രതികളെ പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്ക് പ്രതികളെ പിടിച്ചു കണ്ടാലെന്ന് ആഗ്രഹമുണ്ട്. മാഡം ഇതൊന്ന് സീരിയസ് ആയിട്ട് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചാണ് അവർ വന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും അപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം കൊച്ചി ബ്രാഞ്ച് എന്ന് പറയുന്നത് ആന്റി കറപ്ഷൻ ബ്രാഞ്ചാണ്. അഴിമതി സംബന്ധമായിട്ടുള്ള കേസുകൾ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു കേസ് അവിടെ വന്നിട്ടുണ്ടെന്നും അത് അന്വേഷണത്തിലാണെന്നുള്ള കാര്യവും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. കൂടാതെ കൊച്ചി ബ്രാഞ്ചിലുള്ള എല്ലാവരും ഇങ്ങനെ ഒരു ടാർഗറ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് പോകുന്നത് കൊണ്ട് വർഷം ഇത്ര കേസുകൾ എടുക്കണം, ഇത്ര കേസുകൾ തീർക്കണം, ഇത്ര കേസുകൾ കൺവിക്ഷൻ വാങ്ങിക്കണം, അങ്ങനെയുള്ള ഒരു ടാർഗറ്റിൽ പോകുന്നത് കൊണ്ട് എല്ലാവരും അതിന്റെ പുറകെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പെർഫോമൻസ് അളക്കുന്നതും നമുക്ക് ACR ഗ്രേഡിങ് കിട്ടുന്നതും ഒക്കെ. അപ്പൊ ഇതുപോലെ ഒരു മർഡർ കേസ് കടന്നു കഴിഞ്ഞാൽ അതിന് ഒരു അന്വേഷണം ത്വരിതമായിട്ട് നടത്താനായിട്ട് ആരുടെ ഭാഗത്ത് നിന്നും ഒരു പ്രഷർ ഉണ്ടാവുന്നില്ല. ദമയന്തി പോയി കഴിഞ്ഞ ശേഷം ഞാൻ ഇതെടുത്ത് വെച്ച് കേസ് ഫയൽ നോക്കി.
ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യ എന്ന് പറഞ്ഞ കാര്യമല്ലേ. അപ്പൊ ഇതൊരിക്കലും ഇതൊരു കൊലപാതകമാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ ആത്മഹത്യ തന്നെ ആയിരിക്കും. പക്ഷെ എന്തുകൊണ്ട് മുന്നേ ആത്മഹത്യ ചെയ്തു എന്നൊരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കാരണം വേണമല്ലോ. അത് കണ്ടുപിടിച്ച് ദമയന്തിയെ അറിയിച്ചു കഴിഞ്ഞ് അവരെ സമാധാനിപ്പിക്കാം, മോനിങ്ങനെ തന്നെ ചെയ്തതാണ് എന്ന് സമാധാനിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ആദ്യം ഞാൻ ഈ കേസ് ഫയൽ എടുത്ത് വെച്ച് നോക്കുന്നത് തന്നെ. ലോക്കൽ പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും കേരള പോലീസിനെയും എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അവർ തെറ്റുകളൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. എന്നാൽ ഈ കേസ് ഫയൽ വായിക്കും തോറും FIR തൊട്ട് നമ്മൾ അങ്ങോട്ടങ്ങോട്ട് ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ അപാകതകൾ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് പോലെ തോന്നിച്ചിരുന്നു. മുന്ന കാർ ഓടിച്ചു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് സ്പിരിറ്റും പാം ഓയിലും ഒക്കെ ദേഹത്തൂടെ ഒഴിച്ചിട്ട് കാറും സ്വയം ആളെ അകത്തിരുന്ന് കത്തിച്ച് അങ്ങനെ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ അസ്വാഭാവികമായിട്ട് തോന്നുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും അവന്റെ കിടപ്പ് കണ്ടാലും അറിയാം ഇതങ്ങനെ കാർ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ചെയ്തോ അല്ലെങ്കിൽ അതിന്റെ പെട്രോൾ സ്പാർക്ക് വന്നിട്ടോ അങ്ങനെയൊന്നും ഉള്ള അപകടമല്ല. അതിനകത്ത് ഒഴിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് പാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, സ്പിരിറ്റ് ഒഴിച്ചിട്ടുണ്ട്, പെട്രോളിന്റെ ചില അംശങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുവന്ന് കൈ കരുതി കൊണ്ടുവന്ന് കാറിനകത്ത് വെച്ച് സ്വയം ഒഴിച്ച് കാറിന്റെ ചുറ്റുമൊക്കെ ഒഴിച്ചിട്ട് അകത്ത് കയറി ഇരുന്ന് കത്തിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു അസ്വാഭാവികമായിട്ടുള്ളൊരു സൂയിസൈഡാണ്. ആത്മഹത്യയുടെ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫാനിനകത്ത് ഒരു കയറിട്ടോ അല്ലെങ്കിൽ ഒരു കുരുക്കിട്ടോ കഴുത്തി തൂങ്ങി മരിക്കുക എന്നുള്ളതാണ്. എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു എന്തിനവൻ അവിടെ പോയി, എന്തിനത് ചെയ്തു, എവിടുന്ന് കന്നാസ് എവിടുന്ന് അവൻ പാം ഓയിൽ സംഘടിപ്പിച്ചു, ഇതൊക്കെ നോക്കണമല്ലോ. കൂടാതെ ഇവൻ കിടക്കുന്ന രീതി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ടല്ല, കാറിന്റെ മുൻ സീറ്റില് ഇടതുവശത്ത് ഡോറിനോട് ചേർന്ന് ചുരുണ്ടുകൂടിയ രീതിയിലാണ് അവൻ ഈ വശം ചരിഞ്ഞ് ഇങ്ങനെ ചുരുണ്ടുകൂടിയ രീതിയിലാണ് കിടക്കുന്നത്, വലതുവശം ചരിഞ്ഞ്. അവന്റെ ഇടതുവശത്തെ തലയോട്ടി തൊട്ട് പല്ല് വരെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലുകളും മാംസം ദശ മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ കാറിനോട് ചേർന്ന് കിടക്കുന്ന വലതുഭാഗത്തെ ഭാഗങ്ങൾ അങ്ങനെ അങ്ങോട്ട് കരിഞ്ഞിട്ടില്ല, ചിലതായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് തന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ ആരോ ഒഴിച്ചു കൊടുത്ത് തീ ആളി കത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് കാണിക്കുന്നത്. കാറിന്റെ പെട്രോൾ ടാങ്കിന്റെ ഇങ്ങനെ അംബാസഡർ കാറിന്റെയാണ് ഒരു തിരിക്കടപ്പുണ്ട്. ആ അടപ്പ് തുറന്ന് മാറി ഒരു സ്ഥലത്ത് കിടക്കുന്നു. ചോദ്യം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ മൊഴികളൊക്കെ വായിച്ചു നോക്കിയാൽ അതിനും ഈ ഫോട്ടോഗ്രാഫ്സും ഫോറൻസിക് റിപ്പോർട്ടും ഒക്കെ ആയിട്ട് വളരെയധികം അപാകതകൾ അവിടെ ഇവിടെയും കാണുന്നുണ്ടായിരുന്നു. ഫോറൻസിക് എക്സാമിനേഷൻ നടത്തിയിരിക്കുന്ന ടീമിന് പുറമെ ഈ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറാണ്, ഡോക്ടർ ഉമാദത്ത്, ഫോറൻസിക് സർജനാണ്. അതിനകത്തുള്ള സംശയങ്ങൾ കാണുമ്പോൾ ഇതൊരിക്കലും ആത്മഹത്യ അല്ല എന്ന് നമുക്ക് തോന്നാറ്. അങ്ങനെ അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടില്ല, കൃത്യമായിട്ട് ഇത് ആത്മഹത്യയാണെന്നോ കൊലപാതകമാണെന്നോ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഓട്ടോപ്സി റിപ്പോർട്ടിലും എഴുതിയില്ലെങ്കിലും ഒരു വശം മുഴുവൻ കരിഞ്ഞു കിടക്കുന്നതും ബോഡി ഇങ്ങനെ മടങ്ങി കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള റിഗർ മോർട്ടിസ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത്. ഒരാളിരുന്ന് ജീവനോടെ ഇങ്ങനെ കത്തിക്കുമ്പോൾ അയാളുടെ ശരീരം നേരെ ഇരുന്ന് മാത്രമാണ് കത്തുക. ഇതൊരു വളഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന ഗർഭസ്ഥ ശിശു കിടക്കുന്നത് പോലെ കിടക്കുമ്പോൾ അതിന്റെ അർത്ഥം അയാൾ മരിച്ച ശേഷം റിഗർ മോർട്ടിസ് എന്ന് പറയുന്ന ശരീരം അനങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടല്ലോ, അത് വന്ന ശേഷമാണ് കത്തിയിരിക്കുന്നതെന്നാണ് അനുമാനിക്കാൻ കഴിയുക. അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. എന്തായാലും ഇതൊന്ന് അന്വേഷിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു ടീം ഓഫ് ഓഫീസേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൻ്റെ നേതൃസ്ഥാനത്ത് ഞാൻ സുരേന്ദ്രൻ എന്ന പേരുള്ള വളരെ മിടുക്കനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ഒരു സീനിയർ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹം പിന്നെ DYSP ആയി. അദ്ദേഹം തന്നെയാണ് ആ കേസ് പിന്നെ അന്വേഷിച്ചത്. പിന്നെ SP ആയി. അങ്ങനെ ഇപ്പോൾ റിട്ടയർ ചെയ്തു. അദ്ദേഹം തന്നെ താഴോട്ടുള്ള ഓഫീസേഴ്സിനെ എല്ലാം സെലക്ട് ചെയ്തെടുത്തു. അങ്ങനെ ഒരു നല്ല ടീം ഓഫ് ഓഫീസേഴ്സ് ചേർന്ന് ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ചു. കേസ് ഫയലിൽ നിന്ന് കാര്യമായ തുമ്പൊന്നും കിട്ടിയിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെയും പോലീസ് ടീമിലുണ്ടായിരുന്ന ആൾക്കാരെയും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ അവർ വളരെ നിസ്സംഗമായിട്ടുള്ള രീതിയിൽ ഇത് ആത്മഹത്യ തന്നെ എന്നുള്ള രീതിയിൽ അതങ്ങ് തള്ളിക്കളയുമായിരുന്നു. അപ്പോൾ അവരിൽ നിന്നും ഒരു സപ്പോർട്ട് CBIക്ക് ഈ കേസിനെ കുറിച്ച് കിട്ടിയില്ല. സംശയങ്ങൾ ഇങ്ങനെ മാറാതെ കിടക്കുമല്ലോ, എന്താണ് ഇതിനകത്തുള്ളത്, എന്തിനയാൾ ആ ഒരു സ്ഥലത്ത് പോയി, ഇതിനെയൊക്കെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ വലിയ മളിമാളിക ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിസമ്പന്നനായ വ്യക്തി എന്ന് പറയുന്നത് ഒരു MLA ആയിരുന്നു. ഒരുപാട് കാശും വളരെയധികം ബിസിനസ്സും ഒക്കെ ഉണ്ട്. CBI പാർട്ടിയുടെ MLA ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം MLA അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വളരെയധികം റേഷൻ ഡീലർഷിപ്പ് ഉണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, പിന്നെ കൂടാതെ ഈ ആയുർവേദ സുഖചികിത്സാ കേന്ദ്രങ്ങളും റിസോർട്ടുകളും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് വലിയ പണക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു.
അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്, അദ്ദേഹത്തിന്റെ പ്രയത്ന ഫലമായി ഉണ്ടായ റോഡാണ് MLA റോഡ് തന്നെ. അതിന്റെ അടുത്തായിട്ട് വേറെ അങ്ങനെ അധികം വീടുകളൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ഗോഡൗൺ അതിൻ്റെ അടുത്തായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റേഷൻ കടകളിലൊക്കെ വേണ്ടിയിട്ട്, ഹോട്ടലുകളിലേക്കും ഒക്കെ വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഗോഡൗൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു റോഡിലേക്ക് ഇയാൾ എന്തിനു വന്നു എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് മൊഴിയൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ MLAയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനും ഒക്കെ കൂടെ ചേർന്നാണ് ആ സ്ഥലത്തുള്ള ആ ഏരിയയിലുള്ള അബ്കാരി ബിസിനസ് നടത്തിയിരുന്നത് നേരത്തെ. അവരിൽ നിന്നാണ് ഈ വർഷം മുന്ന കോൺട്രാക്ട് പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് MLAക്ക് മുന്നയോടൊരു പക ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവർ നടത്തിക്കൊണ്ട് വർഷാവർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് അവർ നടത്തിക്കൊണ്ടിരുന്ന അബ്കാരി ബിസിനസ് പെട്ടെന്ന് ഒരു പയ്യൻ വന്ന്, വളരെ പ്രായമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പയ്യൻ വന്ന് പെട്ടെന്ന് ഒരു വർഷം അത് പിടിച്ചെടുത്ത് അവൻ നടത്താൻ തുടങ്ങുമ്പോൾ ഒരു ക്ഷീണമാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ MLAക്ക് അങ്ങോട്ട് പകയുണ്ടാവും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മൊഴി പ്രകാരം എഴുതിയിരിക്കുന്നത് മുന്നേ അവിടെ വന്ന് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അവൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് മരിച്ച് എന്നെ കുടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അപ്പോൾ അതിനകത്ത് ഞാൻ പോലീസിൻ്റെ കണ്ണിൽ സംശയാലുവാകുമല്ലോ. അതുകൊണ്ട് എന്നെ സംശയിപ്പിക്കാനും എന്നെ കേസിലേക്ക് വലിച്ചിഴയ്ക്കാനും വേണ്ടി എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവൻ ആത്മഹത്യ ചെയ്തപ്പോൾ എൻ്റെ വീടിന് മുമ്പിലുള്ള ഒരു സ്ഥലം അവൻ ചൂസ് ചെയ്ത് അവിടെ വന്ന് ആത്മഹത്യ ചെയ്തത് എന്നുള്ള ധാരണയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അവസാനം ഒരു ചെറിയ തുമ്പിൽ നിന്ന് ഞങ്ങൾക്കൊരു ക്ലൂ കിട്ടി, ഒരു ബ്രേക്ക് ത്രൂ കിട്ടി. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ മുന്നയുടെ വലതു ഭാഗത്തെ കൈ ശരീരത്തോട് ഇങ്ങനെ ചേർന്ന് കിടന്നിരുന്നത് കൊണ്ട് അതിനധികം കത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കാറിൻ്റെ ഈ വശത്ത് കിടന്നിരുന്നത് കൊണ്ട് അതുമായിട്ടിങ്ങനെ എണ്ണ ഒഴിച്ച് കത്തിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയായിരുന്നത് കൊണ്ട് ആളുടെ ഷർട്ടിൻ്റെ ഒരു ഭാഗം, പോക്കറ്റ് അടങ്ങുന്ന ഷർട്ടിൻ്റെ ഒരു ഭാഗവും അതിനകത്ത് നിന്ന് കത്തിക്കരിഞ്ഞ രീതിയിൽ കുറച്ച് രൂപ നോട്ടുകളുടെ കഷ്ണവും ഒരു ബില്ലിൻ്റെ ഒരു തുണ്ടും കൂടെ കിട്ടി. അപ്പം നോട്ടിൽ നിന്ന് നമുക്കൊന്നും കാര്യമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ബില്ല് വെച്ചുകൊണ്ട് നമ്മളിത് എവിടുത്തെ ബില്ലാണ് എന്ന് നോക്കിയാൽ മരിക്കുന്നതിൻ്റെ തലേ ദിവസമോ അതിന് മുൻ ദിവസങ്ങളിലോ മുന്നേ ആരുടെ കൂടെ ആയിരുന്നു, അയാൾ എന്ത് ചെയ്യുകയായിരുന്നു, എന്താണ് ഈ ഒരു മരണത്തിന് കാരണം എന്നൊക്കെയുള്ളൊരു കഥ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ബില്ല് വെച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ അന്വേഷണം അവസാനം ഫലപ്രാപ്തിയിലെത്തുകയായിരുന്നു. ബില്ലിനകത്ത് ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉള്ള 2-3 സ്ഥലവും അതിൻ്റെ അടിയിൽ ഒരു രജിസ്റ്റർ നമ്പറിൻ്റെ ഒരു ശകലവും അടിയിൽ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരും ഒക്കെ എഴുതിയപ്പോൾ സ്ഥലപ്പേര് കണ്ടിട്ട് പെരിന്തൽമണ്ണ അതിൻ്റെ ആണോ എന്നൊരു സംശയം തോന്നിയതുകൊണ്ട് ഞങ്ങൾ പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ട് അവിടെയുള്ള കടകളും അവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളും ലോഡ്ജുകളും റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും അങ്ങനെ എല്ലായിടവും അന്വേഷിച്ച് അവിടെ നിന്നൊക്കെയുള്ള ബില്ലുകളുടെയും ഇൻവോയ്സസിൻ്റെയും ഒക്കെ കോപ്പി എടുത്ത് വെച്ച് ഇതുമായിട്ട് പരിശോധിച്ച് നോക്കി. അത് വലിയ ബൃഹത്തായ ഒരു അന്വേഷണമായിരുന്നു. അത് ഒരുപാട് നാളെടുത്തു. അത് അവസാനം അതവിടെ KPM ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഹോമിൻ്റെ ബില്ലുമായിട്ട് അതിന് മാച്ച് ആവുന്നുണ്ട്. ഞങ്ങൾ ആ KPM ടൂറിസ്റ്റ് ഹോമിൽ പോയി അവിടുത്തെ രേഖകൾ എടുത്ത് വെച്ച് പരിശോധിച്ചു മുന്നേ ഇങ്ങനെ അവിടെ താമസിച്ചിട്ടുണ്ടോ എന്ന്. പക്ഷെ മുന്നയുടെ പേരിൽ അങ്ങനെ ആരും റൂം എടുത്തതായിട്ടോ അവിടെ താമസിച്ചായിട്ടോ കണ്ടില്ലെങ്കിലും ഭാഗ്യം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബെയറർ 8 വർഷമായിട്ട് അവിടെ 10-12 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു റൂം പോയി ഒരു ബെയറർ മുന്നയുടെ പടം റെക്കഗ്നൈസ് ചെയ്തു. ഇതാണ് മുന്ന, ഇങ്ങനൊരാളെന്ന് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു, അത് 2-3 ദിവസമായിട്ട് നല്ല ഭക്ഷണം റൂം സർവീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയാൾ റെക്കഗ്നൈസ് ചെയ്തത് കൊണ്ട് ഞങ്ങൾ വീണ്ടും രജിസ്റ്റർ എടുത്ത് വെച്ച് വേറെ ആ ദിവസം താമസിച്ചിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റൊക്കെ നോക്കിയപ്പോൾ അതിനകത്തൊരു KG മുരളി എന്ന് പറഞ്ഞ ഒരാൾ പാലക്കാട്, ശ്രീകൃഷ്ണപുരം പാലക്കാട് KG മുരളി എന്നുള്ള പേരിൽ എഴുതിയിട്ടുണ്ട്. മുന്നയുടെ പേരിലല്ല അത്. പക്ഷേ ഈ ഹാൻഡ് റൈറ്റിങ്ങുമായിട്ട് നോക്കുമ്പോൾ മുന്നയുടെ ഹാൻഡ് റൈറ്റിങ്ങുമായിട്ട് നല്ല സാദൃശ്യമുണ്ട്. അത് പിന്നീട് തെളിയിച്ചു. മുന്നേ തന്നെ എഴുതിയതാണ്, ഒരു തെറ്റായ കള്ളപ്പേരിലാണ് അയാൾ ആ മുറി എടുത്തിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി. അതിൻ്റെയൊക്കെ കഥ ഉണ്ട്. എന്തുകൊണ്ടാണ് അയാൾ അത് ഒരു തെറ്റായ പേരിൽ എടുത്തതെന്നും എന്തിനാൾ KPM ടൂറിസ്റ്റ് ഹോമിൽ പോയി എന്നുള്ളതും ഒക്കെ ഒരു കഥയായിട്ട് പിന്നീട് പറയാം. കാരണം ഇതെല്ലാം ഈ കേസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കും. അവസാനം ഞങ്ങൾ അന്വേഷണത്തിലൂടെ കണ്ടുപിടിച്ചു ഈ MLAയും അദ്ദേഹത്തിൻ്റെ കുറച്ച് ബന്ധുക്കളും ഒക്കെ ചേർന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായി നടന്ന ഒരു കൊലപാതകമായിരുന്നു അത്. വളരെ ക്രൂരമായിട്ടുള്ള ദാരുണമായിട്ടുള്ള കൊലപാതകമാണ്. ശരിക്കും മരിച്ച ആളെ അല്ലായിരുന്നു, ഒരു അബോധാവസ്ഥയിൽ, ഒരു അബോധാവസ്ഥയിലായിരുന്ന ഒരാളെയാണ് അവർ ഇതുപോലെയുള്ള ഒരു തീ കത്തിച്ച് കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ ഒരു കൊലയ്ക്ക് ഇടയാക്കിയത് എന്നൊക്കെയുള്ള കഥ എല്ലാം കൂടെ ഈ ഒരു എപ്പിസോഡിൽ പറയാൻ സാധിക്കും തോന്നുന്നില്ല. MLAയുടെ പേര്, അദ്ദേഹത്തിൻ്റെ പ്രതികളുടെ പേര്, പിന്നെ ഇതിനകത്ത് പോലീസ് കളിച്ച ഒരു വലിയ കളിയുണ്ട്. ആ കളിയുടെ എല്ലാം എന്തുകൊണ്ടാണ്, എൻ്റെ പിന്നാമ്പുറ കഥകൾ,
ഇതിൽ CBIക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ കേസ് അന്വേഷണത്തിൽ CBI അനുഭവിച്ച ദുരിതങ്ങൾ, പ്രത്യേകിച്ച് സുരേന്ദ്രനും ബാക്കിയുള്ള ഓഫീസേഴ്സും ഒക്കെ പല കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. മറക്കാതെ കാണുക. സസ്നേഹം, ശ്രീലേഖ.